അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് അതിനെന്താ പേര് SOS. അതെന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത്? അതിനെതിരെ ഉണ്ടാക്കി ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശനം ചെയ്യൽ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ? അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ? അയാളെ ബഹുമാനിക്കൽ. മൻ വക്കറ സ്വാഹിബ ബിദഅത്തിൻ, ഒരു ബിദഅത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അആന, അയാൾ സഹായിച്ചു അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ. അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? KM മൗലവി. അതേ KM മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാമൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക. അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞു, യാതൊരു ബാധകമല്ല. അദ്ദേഹം 100% ബഹുമാനപ്പെട്ട ആളാണ്. ആ നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പ്രഭാഷണത്തിന് അല്പഭാഗം ഒരാൾ എനിക്ക് അയച്ചു. അപ്പൊ എന്താ ഇതിൽ പറയുന്നത് ഇദാ ലഹറത്തിൽ ബിദ്അത്തു വസഖത്തൽ അലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് പ്രത്യക്ഷമാവുകയും പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകും എന്നാണ്. ഞാനത് കേട്ടപ്പോൾ ആകെ അന്തം വിട്ടു. എന്തായി പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ഹദീസാണ്. പക്ഷെ എനിക്കൊരു അന്തക്കേടുണ്ടായി ആ ഹദീസ് കേട്ടപ്പോൾ. ബഹുമാനപ്പെട്ട എൻ്റെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണത്തിന് അല്പഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ എനിക്ക് ആ പ്രഭാഷണം കേട്ടപ്പോൾ വളരെ അന്തപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ എവിടുത്തെ ബിദ്അത്താണ് ഈ പറയുന്നത് എന്നാണ് അന്തപ്പെട്ടത്. ചൊവ്വയിലോ ബുധനിലോ വല്ല ബിദ്അത്തും നടക്കുന്നുണ്ടോ, അവിടെ പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരു വേള ആലോചിച്ചു. ഭൂമിയിൽ നടക്കുന്ന ബിദ്അത്താണ് എങ്കിൽ സ്വന്തം മൂക്കിന്റെ മുന്നിലാണ് ഈ ബിദ്അത്ത് നടക്കുന്നത്. മലയാളക്കരയിലേക്ക് വഹാബിസത്തെ പടർത്തിക്കൊണ്ടുവരികയും മനുഷ്യത്വം തൊണ്ടു തീണ്ടാത്ത വ്യക്തിയുമായിരുന്നു KM മൗലവി. ഈ KM മൗലവിയെ കുറിച്ചുള്ള അയാളുടെ മൗലിദ് മദ്ഹിന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട തങ്ങളുടെ കീഴിലുള്ള വ്യക്തികൾ. അപ്പോൾ ഇപ്പം മിണ്ടാതിരുന്നാൽ ലഅനത്ത് വരും എന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾക്കല്ലേ ബാധകം? നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. ഇതിന് നടപടി എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളല്ലേ. പിന്നെ കാര്യം നടത്തുമ്പോഴത്തേന് എന്ത് കുരുത്തക്കടാണ്! ഇവരുടെ വല്ലിപ്പല്ലേ ഇതൊക്കെ പറഞ്ഞത്? മുത്തു മുഹമ്മദ് മുസ്തഫ അതല്ലേ പരിഗണിക്കേണ്ടത്? അത് പരിഗണിക്കാൻ കഴിയാത്ത എന്ത് കുരുത്തക്കടാണ്! തോന്നിയാസം നടക്കുമ്പോൾ അത് കുരുത്തക്കേട്. വാപ്പന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് മകൾക്ക് സംഭവിക്കുമ്പോൾ മകൾ മിണ്ടാതിരുന്നാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കും? അപ്പൊ വാപ്പാന്റെ കുരുത്തക്കേട്, വാപ്പാന്റെ കരണക്കുട്ടിക്ക് 2 കൊടുത്താൽ കുരുത്തക്കേട് സംഭവിക്കുമെന്ന് മകൾ വിചാരിച്ചിരുന്നാലോ? ഇപ്പൊ ചലച്ചിത്ര മേഖല മുഴുവനും ആകെ ആടി ഒലിയ. പത്രം എടുത്തോക്കാൻ വയ്യ. ചിന്തിക്ക്. ഈ ജാതി തോന്നിയാസങ്ങൾ പേരിൽ നടക്കാനോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അവിടെ ഇടപെടേണ്ട ആളുകൾ നേരത്തെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് കീഴ്വഴക്കായി മാറും. ഇനിയിപ്പോ ഈ കൊല്ലം ഒരു KM മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. ഒരു ബഹുമാനപ്പെട്ട സയ്യിദ് എന്ന് സങ്കല്പിക്കുക. ഒരു ബഹുമാനപ്പെട്ടവർ തന്നെയാണ്, യാതൊരു സംശയമല്ല. പക്ഷെ അവർക്ക് ആ വിഷയത്തിൽ വിവരം ഉണ്ടാവൂല. അവരെ പ്രശ്നം അവർക്ക് വിവരമില്ലായ്മയാണ്. എന്നാൽ വിവരമുള്ള ആളുകൾ അത് ഇതിനെ കൈകാര്യം ചെയ്യണ്ടേ? തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇവരല്ലേ? ഈ വസഖത്തൽ ആലിം എന്ന് പറഞ്ഞത് ആരുടെ മേൽ ബാധകമാണെന്നാണ് എനിക്ക് പ്രയാസം വന്നത്. ആരാണ് മിണ്ടാതിരിക്കുന്നത്? ആരാണിത് പറയേണ്ടത്? അവരെ കൊണ്ടൊക്കെ കുരുത്തക്കേട് വന്നോട്ടെ. അങ്ങനെ കുരുത്തക്കേട് വരികയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയേണ്ട ഒരു കാര്യം ഇക്കൊല്ലം അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അതെന്തായി? കീഴ്വഴക്കായി. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഏത് വഹാബിയുടെയും ആർക്കും കഴിഞ്ഞ കൊല്ലം ഞാലിന്റെ ബഹുമാനപ്പെട്ട മാനത് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളാരും മിണ്ടിയില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കുരുത്തക്കേടൊക്കെ ഇങ്ങോട്ട് അയച്ചാളി. എല്ലാ കുരുത്തകളും എൻ്റെ അഡ്രസ്സിൽ അയച്ചാൽ. എൻ്റെ അഡ്രസ്സുകൾ വിട്ടാളി. കുരുത്തക്കേടുകൾ മുഴുവൻ ബേജാറ് എനിക്കില്ല. എനിക്കൊരു കുരുത്തക്കേടിനും വരില്ല. ഇത് കാര്യമാണ്. അങ്ങനെ നമ്മൾ കുരുത്തക്കേട് വിചാരിച്ചാൽ നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആകാശ ലോകം മുഴുവനും സുജൂദ് കൊണ്ട് നിറച്ച മഹാനായിരുന്നു ആര്? പറയൂ, ഇബ്ലീസ്. നമ്മളിപ്പോ കുരുത്തക്കേടിനെ പേടിക്കുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹ്, അതിന്റെ അപ്പുറം ഞാൻ ചെല്ലും. എന്തേ? വലിയ ആളല്ലേ?
വലിയ ആളല്ലാതെ ആവൂല. അബദ്ധങ്ങൾ സംഭവിക്കും, മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നീ ഇതുകൊണ്ട് ഒരു വലിയ അല്ലാതെയാകും, വലിയ ആൾ തന്നെ, പക്ഷെ അബദ്ധം സംഭവിക്കും. കെ മൗലവി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ക്രൂരനായ വഹാബി. ക്രൂരൻ, മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ക്രൂരൻ. അയാളുടെ ക്രൂരതൊക്കെ 100,000 ഉദാഹരണങ്ങളുണ്ട്. എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാത്തത്? ഇങ്ങനെയുള്ള വ്യക്തിയെ പൂജിച്ച് അയാളുടെ ഈ വഹാബി ഈറ്റില്ലത്തിന് തറവാടിന്റെ അഡ്രസ് ഇയാളിൽ നിന്നാണ്. കേരളത്തിലെ വഹാബിസം തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ്. ഇയാളുടെ അഡ്രസ്സിലാണ് ആ വഹാബിസം തുടങ്ങുന്നത്. അത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ പ്രകാശനം ചെയ്യാൻ തുടങ്ങിയാൽ അവരോട് മിണ്ടാൻ പറ്റി. അവരോട് മിണ്ടിയാൽ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ആ സൂര്യൻ അസ്തമിച്ചോട്ടെ, കാര്യം പറയണ്ടോ? അപ്പൊ കാര്യം നടപടി എടുക്കേണ്ടത് എന്റെ നേതാവ് സയ്യിദ് ബഹുമാനപ്പെട്ടവർ തന്നെയാണ്. സക്കത്തൽ ആലിം നാട്ടുകാരോട് പറയല്ല വേണ്ട, ഞാൻ അവരെ തിരുത്തല്ല, ഓർമ്മപ്പെടുത്താണ്. പ്രത്യക്ഷമായിട്ട് ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ആ ആലിമിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവുന്ന. ഇവരിത് ചെയ്യുന്നത് അവർക്ക് ഇൽമില്ലാത്തതുകൊണ്ടാണ്, അവർ ആലിമീങ്ങളല്ല. എന്നാ വേറുള്ളവർ പറഞ്ഞു കൊടുക്കണം. നിയമം തന്നെ, നിയമത്തിന് ഒരു അപ്പീലുമില്ല. നിയമം തന്നെ, നിയമം തന്നെ, യാതൊരു അപ്പീലുമില്ല. നിയമം തന്നെ. ഇന്നലെ ഒരാളൊരു പാട്ട് എനിക്ക് അയച്ചെന്നു, മിഞ്ഞാന്ന്. അപ്പൊ പാട്ടിലൊരു അരവരിയുണ്ട്. നിയമം നോക്കി നടന്നാൽ കുത്തുബുൽ അഖ്താബാണ് ഇബ്ലീസ് എന്നാണ് അതിന്റെ ഒരു അരവരി. നിയമം നോക്കി നടന്നാൽ, നിയമം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇബ്ലീസ് ആരായി മാറും? കുത്തുബുൽ അഖ്താബോ. നിയമം നോക്കി നടന്നാൽ കുത്തുബുൽ അഖ്താബാണ് ഇബ്ലീസ്. നല്ല വാക്കാണ്, കറക്റ്റാണ്. നിയമം പാലിച്ചിരുന്നുവെങ്കിൽ ഇബ്ലീസ് ആരാണ്? കുത്തുബുൽ അഖ്താബാണ്. അപ്പോൾ എന്തിനെ തെറ്റിച്ചു? നിയമം തെറ്റിച്ചു. നിയമം എല്ലാവർക്കും മാറ്റാം. അവിടെ ബഹുമാനോ അപമാനോ ഇല്ല, അത് ശരിയല്ല. എന്തേ അവർക്കത് മനസ്സിലാക്കാത്ത? അവർക്ക് ഇൽമില്ല. ചെയ്തായതുകൊണ്ട് ഇൽമുണ്ടാവൂല, ഇൽമുണ്ടായതുകൊണ്ട് ചെയ്തു ആവൂല. ഇപ്പൊ രണ്ടാളും പരിഗണിക്കപ്പെടണം. സയ്യിദിനെ വളരെ പരിഗണിക്കണം, കാരണം സയ്യിദ് മുസ്തഫ നബിയിലേക്ക് അറ്റമാവും. നീ ആലിമിനെ പരിഗണിക്കണം. ആലിമിന്റെ ഇൽമ്, ആലിമിന്റെ റൂഹ്, ആലിമിന്റെ റൂഹിൽ തൊട്ട ഇൽമ എന്തിലേക്ക് അറ്റമാവും? ഹബീബ നബിയിലേക്ക്. സയ്യിദിന്റെ ജസദ് ആരിലേക്ക് അറ്റമാവും? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക്. രണ്ടും ആദരിക്കപ്പെടേണ്ടതാണ്. അള്ളാന്റെ ഹബീബിന്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ. പക്ഷേ കാര്യം പറയണം. കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാ? ഇത് ഒരു 2 മാസം കഴിഞ്ഞ കീഴ്വഴക്കായി. പണ്ട് വളർന്നതിന് ഒരാൾ മുണ്ടിയില്ലല്ലോ. നമ്മൾ നാട്ടുകാരായ സാധുക്കൾ ഇതിനൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ജനങ്ങളെ മുന്നിൽ വസക്കത്തന ആലിം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് നടപ്പിലൊക്കെ വേണ്ടത്. ഇത്തരം ആളുകളോട് പറയാ, അതിന് ചെയ്യരുത്, ചെയ്തതിന് പാപ്പ് പറയണം, അല്ലെങ്കിൽ പുറത്താക്കണം. എന്താ പുറത്താക്കിയാല്? പുറത്താക്കാൻ പറ്റാത്ത ഒരാൾ പെടില്ല. ആരെങ്കിലും പുറത്താക്കിയാൽ ആകാശം പൊളിഞ്ഞാണ്ട്, ആകാശം പൊളിഞ്ഞാട് നിൽക്കണോ? ആകാശം ഏതായാലും പൊളിഞ്ഞാടുള്ളതല്ലേ. ഒന്നും വിചാരിക്കരുത്, വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? നിയമമാണ് പ്രശ്നം. ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന സംഗതിയാണ്. അല്ലെങ്കിൽ പിന്നെ കണ്യത്തിന്റെ പാർട്ടി, ശംസുലൈമന്റെ പാർട്ടിന്ന് പറഞ്ഞ് നടക്കരുത്. ഞങ്ങൾ അതിന് ഒഴിവായി നടന്നു. നമ്മൾ ശംസുലൈമന്റെ ആളുകളാണെന്നറിയാം, നമ്മൾ മുല്ലക്കോയത്തങ്ങളുടെ ആളുകളാണെന്ന് പറയാം. ഇവിടെ വഹാബിസത്തിനെതിരെ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും അതിനെ കണ്യത്ത് ശംസുലൈമനെ പോലത്തെ ആളുകൾ ജീവൻ ആയുസ് മുഴുവൻ ത്യാഗം ചെയ്ത് ചോര ഛർദ്ദിച്ചുണ്ടാക്കിയതാണ് ഈ ദീൻ. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടത്? വഹാബിസം നാട്ടിന് ആപത്താണ്, അത് ബിദ്അത്താണ്, അതിനേക്ക് തിരിഞ്ഞോക്ക് പോലും ചെയ്യരുത്, അല്ലെ? ഇതല്ലേ പറഞ്ഞിരുന്നത്? അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? കെ മൗലവി. അതേ കെ മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാമൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക.
അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞതിന് യാതൊരു ബാധകമല്ല. അദ്ദേഹം 100% ബഹുമാനപ്പെട്ട ആളാണ്. പക്ഷെ നിയമം ബാധകമാണ്, ഇല്ലെങ്കിൽ ഇത് കീഴ്വഴക്കാവും. നിങ്ങളൊന്നും വിചാരിച്ച ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്താ, അമ്മ മാത്രം രാജിച്ച പോരാ. നേരം വെളുത്ത ഭർത്തരന് അമ്മക്കിൽ കൂട്ടരാജി. ഇപ്പോൾ അമ്മക്ക് മാത്രമല്ല പ്രശ്നം, അച്ഛനും പ്രശ്നമുണ്ട്. അമ്മക്ക് മാത്രല്ലടോ പ്രശ്നമുള്ളത്, അച്ഛനും പ്രശ്നമുണ്ട്. അമ്മയും രാജിവെക്കേണ്ട, അമ്മയും രാജിവെക്കണം, അച്ഛനും രാജിവെക്കണം, അച്ഛനും രാജിവെക്കണം. അച്ഛൻ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അമ്മയിൽ ഇപ്പൊ അടുത്ത കാലത്ത് പ്രശ്നം തുടങ്ങിയിട്ടുള്ളൂ, അച്ഛനിൽ പണ്ടേ പ്രശ്നമാണ്. പ്രശ്നം മൂത്തു. ഇത് നടക്കൂല. ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകളെ തലപ്പത്ത് പറ്റൂല. അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് റഹ്മത്തുള്ളാഹിക്ക് വിലയില്ല. പക്ഷേ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധകം. അല്ലെങ്കിൽ പ്രശ്നം എന്താ? പ്രശ്നം ഇനി ഇത് ഖിയാമത്ത് നാൾ വരെ എന്തായി മാറും? കീഴ്വഴക്കം. അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിന് സുന്നി യുവജന സംഘം എന്നല്ല, SYS എന്നല്ല അതിന് പേര്, നപുംസകം യുവജന സംഘം എന്നാണ്. അപ്പൊ പിന്നെ അതിന് പേര് NYS എന്ന് തിരുത്തി മാറ്റേണ്ടതാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് അതിനെന്താ പേര് SOS. അതെന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത്? അതിനെതിരെ ഉണ്ടാക്കിയതാണല്ലോ. സമസ്തയുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി 950കളിൽ ഉണ്ടാക്കിയതാണ് എന്ത്? SOS. ഒന്നും പറ്റൂല, ആരും പേടിക്കണ്ട. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇവർ മോശപ്പെട്ടവരാവൂല, 100% നല്ലവരാണ്. പക്ഷെ അവർക്ക് വിവരമില്ല. പ്രസിഡന്റ് ആയതുകൊണ്ട് വിവരം ഉണ്ടാവില്ല, സെക്രട്ടറിന് വിവരം വേറെ പഠിക്കണം. അത് അവർക്ക് ബാധകമാവില്ല. ഈ പറയപ്പെട്ട ആളുകൾക്ക് സക്കത്തൽ ആലിം എന്ന വാക്ക് ബാധകമാവില്ല. എന്റെ നേതാവ് ജിഫ്രി തങ്ങളെ പോലത്തെ ബാധകമാവും. ഒരു വിദായത്ത് പ്രത്യക്ഷമായാൽ ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകാവൂല. എന്തുകൊണ്ട്? അവരാരല്ല? ആലിമീങ്ങളല്ല. അപ്പൊ അവർക്കുള്ള ലഅനത്ത് ഉണ്ടാവില്ല. ലഅനത്ത് ജിഫ്രി തങ്ങളെ പോലത്തെ മഹാന്മാർക്ക് ഉണ്ടാവുക. എന്തുകൊണ്ട്? ആണെങ്കിൽ ഞാൻ മിണ്ടന്റെ അടുത്ത് മിണ്ടണമെന്നാണ് വാക്കിന്റെ അർത്ഥം. ഒന്നും വിചാരിക്കരുത്. ഇത് ദിവസം കാണുകയാണ് ഞങ്ങളെ പോലത്തെ ഒരു കുടുങ്ങിയിട്ട് പറയാണ്. ഇത് ദിവസം ഞങ്ങളെ പോലത്തെ ഒരു കാണുകയാണ്. അവര് സയ്യിദന്മാരാവുന്നതിന് വിരോധമൊന്നുമില്ല. അവര് സുന്നി സമുദായത്തിന്റെ തലപ്പത്തുണ്ടാകുന്നതേ ഉള്ളൂ. സയ്യിദ് ഇവിടെ അബുല്ലാല മൗലൂദ് സയ്യിദല്ലേ? അബുല്ലാല എന്താ നിങ്ങൾ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? സയ്യിദാവുന്നതിന് ഒരു വിരോധമില്ല. സയ്യിദാണല്ലോ ആര്? എന്താണ് നോക്കിയിരിക്കണേ? സയ്യിദാണ് ആര്? അബുൽ-അഅ്ല മൗദൂദി സയ്യിദല്ലേ? എന്നിട്ട് ഈ 100 കൊല്ലങ്ങൾ ആ മനുഷ്യൻ ചീത്തറിഞ്ഞില്ലേ? സയ്യിദിന് പറയുന്നത് എന്താ? നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. ബിദ്അത്തിന്റെ ഒരു ബിദ്അത്തിന് അടിത്തറയിട്ടു ആര്? ഈ സയ്യിദാണ് ആര്? അബുൽ-അഅ്ല മൗദൂദി സയ്യിദല്ലേ? എന്താ എന്തൊക്കെ പാട്ടുണ്ടാക്കി. മൗദൂദികൾക്ക് തടിത്തിര നീളം നീണ്ടു വലിഞ്ഞല്ല കീട കുന്നു നെഞ്ചത്തോളം. പുലിക്കോട്ടിന്റെ പാട്ട്. മൗദൂദികളെ ആക്ഷേപിച്ചുകൊണ്ട് ഞാനീ പറയുന്നത് സയ്യിദന്നെ. പക്ഷെ അതേ സമയത്ത് അവർക്ക് ആ വിഷയത്തിൽ വിവരം ഉണ്ടാവില്ല. അപ്പോൾ ആലിമീങ്ങൾ തിരുത്തി കൊടുക്കണം. തിരുത്താൻ അവർ തയ്യാറില്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം താഴത്തേക്ക് ഇറക്കി. അതുകൊണ്ട് ആകാശം പൊളിഞ്ഞാടും. ആകാശം പൊളി 3-4 ലോകമായിട്ടുണ്ടാവും. ആയിക്കോട്ടെ, 3-4 ലോകം 4 ലോകം ഉണ്ടാകട്ടെ. ഞാൻ നിയമം പാലിക്കണം. റഹ്മത്തുള്ളാഹിനെ പോലത്തെ സാധുക്കളായ ആളുകളിൽ നിന്ന് ഒരു അക്ഷരം പേച്ചാൽ, കാല് പോയിടിച്ചാൽ പോലും പുറത്താക്കും. ഞാൻ സമസ്ത നേതാക്കളുടെ കാല് പിടിച്ചതാണ്. കാല് പിടിച്ചിട്ടുണ്ട്, എന്നെ പുറത്താക്കിയത്. എന്നിട്ട് എന്നെ പുറത്താക്കി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ എന്നെ വിധേയൻ മോശപ്പെട്ട ആളല്ലേ, ഞാൻ തെറ്റിയതില്ല. എന്നിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് നിയമമൊന്നും ബാധകമല്ല. അത് നടക്കൂല. എന്നെ പുറത്താക്കാൻ വേണ്ടി എഴുതിയ പേന സമസ്തയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് തീരുമാനം ഉണ്ടാക്കണം.
കാരണം ഇത് ദിവസം ദിവസം കാണാണ്. ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്നും വിചാരിക്കരുത്, നാട്ടിൽ തെറ്റ് മനസ്സിലാക്കും. അതിൻ്റെ അർത്ഥം അത്തരം ആളുകൾ വിദ്യാർത്ഥിക്കാർ കാഫിറാണെന്നാണോ? അല്ല. പൊരുത്തം പറഞ്ഞു ഇവിടെ സുന്നികളൊക്കെ കാഫിറാണ്. സുന്നികൾ തിരിച്ചു പറയലുണ്ടോ ഒരു കാഫിറാൻ? ഇല്ല. അവരാരാണ്? മുബ്തദികളാണ്. അവരെ തുടർന്ന് നിസ്കരിച്ചാൽ യഥാർത്ഥ നിസ്കാരത്തിന്റെ യഥാർത്ഥ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അത് കിതാബുകൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ബഹുമാനപ്പെട്ട മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ അവരെ നിസ്കാരമല്ലേ? അവർക്ക് നിസ്കാരമാണ്. അവരെ തുടർന്നാൽ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് നമ്മൾ പറയണ്ട. അവരെ വള്ളിയല്ലേ? അവർക്കത് വള്ളിയാണ്. നമുക്കടാവൂല. നമുക്ക് എന്തുകൊണ്ട്? നമ്മൾക്ക് മനസ്സിലാവേണ്ട പറഞ്ഞത് ഇവിടെയൊക്കെ പള്ളി കയറാൻ പാടൊന്നും അതിനല്ല. അവരെ തുടർന്ന് നിസ്കരിച്ചാൽ എന്തുണ്ടാവൂല? ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അതേസമയത്ത് അവരാരെന്നെയാണ് പറയാ? അവരാരാണ്? മുസ്ലിങ്ങളായ പുത്തൻവാദികൾ. അത്രേ അർത്ഥമുള്ളൂ, കാഫിറല്ല. ഇവിടെ ഒരു വിദ്വാൻ പറഞ്ഞ കാഫിറാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞത് ദയവായി കൂട്ടിങ്ങിയിട്ട് പറഞ്ഞതാണ്. കാരണം ഇത് ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കാണാൻ കഴിയില്ല. വലിയ വലിയ മഹത്തുക്കളായ ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അത് ലോകത്തൊരു കീഴ്വഴക്കമാവുകയും വിദ്യാർത്ഥിനെ ജനങ്ങൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും. അത് പ്രശ്നമാണ്. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് ഹദമ അലാ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ഈ ഹദീസിന്റെ ഈ പ്രകാശനം ഒന്നും കൂടി കൂട്ടി വെച്ചോക്കണേ. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു. ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശനയിൽ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ പറയേ? അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ? അയാളെ ബഹുമാനിക്കൽ. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അആന, അയാൾ സഹായിച്ചു അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ. അപ്പൊ അയാളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കൽ എന്താണ്? പറയേ? ഇസ്ലാമിനെ പൊളിക്കലാണ്. ഇത് ആരാ പൊളിക്കണത്? സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. അത് സഹിക്കാൻ കഴിയണില്ല. ദിവസം കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയ വേദന കൊണ്ട് പറയാണ്. ഞങ്ങൾക്ക് വേദനയല്ലേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കെ മൗലവി ആരല്ല? വിദ്യാർത്ഥികാരൻ അല്ല. അപ്പൊ തെറ്റുകാരൻ ആരായി? കണ്യത്തായി, ശംസുലമയായി, പാങ്ങിലായി, മുല്ലക്കോയ തങ്ങളുമായി. അപ്പൊ ഇസ്ലാമിന്റെ അത്തുറ ആരായി? രണ്ടാലും ഒരു പരിപാടിയുള്ളൂ. നടക്കൂല, ഈ കളി നടക്കൂല. രണ്ടാലും കളി നടക്കുള്ളൂ. ഒന്നിരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാകണം? ഒരു ബിദ്അത്തുകാരനല്ലാത്ത ആളെ ബിദ്അത്തുകാരൻ എന്ന പേരിൽ നാടാകെ പരിചയപ്പെടുത്തിയ സമസ്തയുടെ ആദ്യകാല നേതാക്കൾ അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരാന്ന് വരണം. ഇയാൾ ആരല്ലെങ്കിൽ പറയും. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? ഫോട്ടോത്തിൽ കാണുന്നല്ലേ ഉള്ളൂ, നിങ്ങൾ കാണില്ലല്ലോ. ഞാനീ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കി. ഇയാൾ മൻ വഖറ എനിക്ക് ഇതിന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ പോലത്തെ ആളുകൾ മറുപടി പറഞ്ഞായിരുന്നു. എന്റെ അടുത്തൊന്നും മറുപടി പറയാന്നല്ല, എനിക്ക് അവരുടെ കർമ്മത്തിൽ മറുപടി കിട്ടണം. ഞാൻ അവരെ ചെരുപ്പെടുക്കാൻ പോലും അർഹതല്ലാത്ത, ഒന്നിനും പറ്റാത്തൊരു ചങ്ങായിയാണ്. പക്ഷെ എനിക്കിത് സഹിക്കാൻ സുന്നിയാണ്. ഏത് സുന്നിയും വേദനിക്കുന്നുണ്ട്. ഇത് നേരം വെളുത്ത ഓരോരുത്തർ വിളിച്ചു പറയും, എന്താണ് ഉസ്താദെ ഈ കാണുന്നത്, എന്താണ് മൗലിയരെ ഈ കാണുന്നത്, എന്താണ് കാസിമി ഈ കാണുന്നത്. ഇത് ഇങ്ങനെ ദിവസത്തെ കേട്ടുകൊടുക്കുന്ന കാലത്തില് ഇനി ഇത് അടുത്ത 2024 ഇത് രീതിയായാൽ 2025 മുതൽ ഖിയാമത്ത് നാൾ വരെ ഇത് എന്തായി? കീഴ്വഴക്കായി. നിങ്ങളാരും ഉണ്ടില്ലല്ലോ. എന്റെ ചോദ്യം, കെ മൗലവിയാണ് കേരള വഹാബിസത്തിന്റെ തലതൊട്ടപ്പൻ. ഇയാൾ ബിദ്അത്തുകാരൻ ആണോ? അല്ലേ? ബിദ്അത്തുകാരൻ ആണെങ്കിൽ ഈ പ്രകാശന കർമ്മം ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കണം. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു. ഇനി അതല്ല, അയാൾ ബിദ്അത്തുകാരനല്ല, നോക്കുക, ആയിക്കോട്ടെ, അങ്ങനെ വെച്ചോളി. ഒരു ഓപ്ഷൻ അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ. എങ്കിൽ കേരള മുസ്ലിം ഉമ്മത്തിനെ 100 കൊല്ലം സമസ്ത തെറ്റിദ്ധരിപ്പിച്ചു. ആരാ തെറ്റിദ്ധരിപ്പിക്കൽ? ഒന്നാമത്തെ ആൾ വരക്കൽ.
ബാലവി മുല്ലക്ക തങ്ങള്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്, ഷംസുന്നമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാര്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാര്, സി.എച്ച്. ഐദ്രോസ് മുസ്ലിയാര്, ഈ മനുഷ്യന്മാരുടെ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാര്, നാട്ടിക മൂസ മുസ്ലിയാര്, ഇവരൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ ഇയാൾ വിദേഹത്തേരനാണ്. അപ്പൊ അവര് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മുൻഗാമികളല്ലേ. ഇവരെങ്ങനെ നമ്മളീ പറ്റുക? ഇവരെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇയാൾ ആരാന്ന് പറയണം? വിദേഹത്തേരൻ എന്ന് പറയണം. വിദേഹത്തേരൻ ആയാലോ അയാളെ പുസ്തകം എങ്ങനെ SOS സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുന്നത്? അതെങ്ങനെയാണ്? അത് മനസ്സിലാവണില്ല. വിഷയൊന്നുമില്ല. ഞാനീ പറഞ്ഞത് അള്ളാന്റെ വജീന് വേണ്ടി പറയാണ്. ഇത് ഈ രീതി തുടർന്നാൽ ഇവിടെ സുന്നിയുടെ സ്ഥാനം ഉണ്ടാവില്ല. കാരണം പിന്നെ അത് എന്താ കീഴ്വഴക്കായി. വളരെ ചിന്തിക്കണം. അമ്മയിൽ നിന്ന് രാജി പോരാ, അച്ഛനിൽ നിന്നും രാജി വേണം. അല്ലെങ്കിൽ നിലവിലുള്ള കാര്യം അബദ്ധമാണ് എന്നവർ സമ്മതിക്കണം. അബദ്ധം സമ്മതിക്കാൻ പ്രശ്നമുള്ളത്. ഇനി അവർക്ക് ഒരു സ്ഥാനത്തിന് കമ്മിയില്ല. അവരൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ്. ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ഞാനത് ബഹുമാനിക്കുന്ന ആളുമാണ്. നമുക്കിതിന്റെ പിന്നിൽ ഒരു സാമൂഹിക നന്മ നഷ്ടപ്പെടുത്തണം എന്ന ആഗ്രഹമില്ല, ഒരാഗ്രഹമില്ല. ഞാൻ 2 കൊല്ലം മുമ്പ് ഒരു വിദ്യാർത്ഥികാരനാണ്, ആ രാഷ്ട്രീയക്കാരൻ വിദ്യാർത്ഥികാരനാണ്, അയാൾ വഹാബിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരിനോട് പറഞ്ഞു, നിങ്ങളത് ഉസ്താദെ ഒന്നും കൂടി പറയും. ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കൽ എന്റെ ലക്ഷ്യമല്ല. ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ മോശം, മറ്റത് മറിച്ചത് ഇങ്ങനെ, ഇതാണ് ശംസുലുലമ അദ്ദേഹത്തെ തോളിൽ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാര് എന്റെ ക്ലിപ്പ് നാടാകെ ഓട്ടി. എന്തിന്? ഇയാളെ തോൽപ്പിക്കും. ഞാൻ മിണ്ടിയില്ല. സലാം സത്യല്ലേ? ഞാൻ മിണ്ടിയില്ല. എന്തുകൊണ്ട്? അയാളെ തോൽപ്പിക്കലിന്റെ ലക്ഷ്യമല്ല. അത് ജയിക്കലും ലക്ഷ്യമല്ല. ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമല്ല. തോറ്റ നഷ്ടമല്ല. നമ്മൾ തോറ്റാ നഷ്ടമല്ല. അയാളെ കൊണ്ട് എനിക്ക് നഷ്ടം ഒരു നഷ്ടമല്ല. ഞാൻ കാര്യം പറഞ്ഞു. ബാക്കി നിങ്ങളെ കാര്യം. ഞാൻ 2 കൊല്ലം മുമ്പ് പറഞ്ഞു ഇയാൾ വിദ്യാർത്ഥികാരനെ വഹാബിയാണ്, സൂക്ഷിക്കണം. നിങ്ങൾ അന്നൊന്നും പറഞ്ഞില്ല. പിന്നീട് അയാളെ തോൽപ്പിക്കൽ നിങ്ങളെ തരിപ്പുകാരി. പിന്നെ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇതേ ക്ലിപ്പിംഗ് എടുത്ത് നാടകങ്ങൾ ഓട്ടി. ഞാനത് അറിയേയില്ല. ഞാൻ അയാളെ തോൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അയാൾ തോറ്റത് കൊണ്ടും സമുദായത്തിന് കാര്യമില്ല, അയാൾ ജയിച്ചത് കൊണ്ട് സമുദായത്തിൽ കാര്യമില്ലാത്തതുപോലെ അയാൾ തോറ്റത് കൊണ്ടും സമുദായത്തിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെന്തിനാ നമ്മൾ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ലേ മുഅ്മിനീങ്ങൾ? പേടിയുള്ളവരൊക്കെ ചോദിക്കണേ, ഈ ജാതി വയറിൽ കേട്ടാലും പേടിയോ? എനിക്ക് പേടില്ല. എനിക്കൊരു പേടിയില്ല. ഇതൊക്കെ ഇവരൊക്കെ ബഹുമാനിക്കുകയും വേണം. അതിൻ്റെ അർത്ഥം ഇവർ മോശപ്പെട്ടവരാണ് നിങ്ങൾ വിചാരിക്കരുത്. ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ അടുത്തുള്ള പേശക്ക് സംഭവിക്കുന്നതാണ്, ചില പിഴവുകളാണ്. അത് ഒരിക്കലും ഈ പറയപ്പെട്ട വ്യക്തികളുടെ, ഈ മാന്മാരായ സയ്യിദുമാർ അവരിൽ പ്രകാശനം നടത്തിയത് അവരെ നിന്ദിക്കാനും പാടില്ല. അതേ സമയത്ത് ആ സ്ഥാനത്ത് അവരെ പറ്റൂല. അവരല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? ദീനിന്റെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം. അത് മാനദണ്ഡം തന്നെയാണ്. ഒരു കണിശത തന്നെ വേണം. അതിന് ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. സുന്നി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കൃത്യമുള്ള സുന്നിയായിരുന്നു. വലിയ മാനായിരുന്നു. ഇവരൊന്നും മാന്മാരല്ല അർത്ഥമല്ല, ഇവരൊക്കെ മാന്മാർ തന്നെയാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലായില്ല? വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കൂല. വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ? വിവരമുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ മേൽ അള്ളാഹുവിന്റെ ശാപുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇത് കാര്യമാണ് എന്നും വിചാരിക്കരുത്. കാര്യം പറഞ്ഞിട്ട് കുരുത്തക്കേട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിൽ അയച്ചോളി. എനിക്കതിലൊരു ചെയ്തിട്ടില്ല. ഞാൻ റബ്ബിന് വേണ്ടി ആരും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ബേജാറായി പറഞ്ഞതാണ്. ഇതൊക്കെ വലിയ വലിയ തലക്കെട്ടുകാരായ ഫൈസിമാരും ദാരിമിമാരും കാസിമിമാരും ബാക്കവിമാരും ആണ് പറയേണ്ടത്. ഇതൊക്കെ കണ്ടു അവരാരും ഉണ്ടെന്നില്ല.
അവരങ്ങനെ നടക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ നിർബന്ധ സാഹചര്യത്തിൽ പറഞ്ഞതാ, ക്ഷമിക്കണം, എനിക്ക് പറയാൻ തീരെ പൂതിയില്ല. പറഞ്ഞില്ലെങ്കിൽ ഇക്കൊല്ലത്തെ അബദ്ധം അടുത്ത കൊല്ലത്തിൽ അത് ഒരു താവഴിയായി, ഒരു രീതിയായി. പിന്നെ എന്താ അതൊക്കെ എന്നോ തുടങ്ങിയിട്ടുണ്ടല്ലോ. പണ്ടത്തെ ആളുകളൊന്നും ചെയ്തിരുന്നില്ല. ആ പണ്ടുള്ള അങ്ങന്മാരോ ചെയ്തന്മാരോ ആര്യമീങ്ങളോ അത് ഓർക്ക് അത്ര അന്തണ്ടായിരുന്നു. ഇപ്പൊ പുതിയ എന്താ പറയാ ന്യൂ ജനറേഷന്റെ കാലം, ഫ്രീക്കന്മാരെയൊക്കെ കാലഘട്ടമാണ്. വലിയ ഫ്രീക്കന്മാര് മറ്റത് അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങളെന്ത് മനുഷ്യനാ? അപ്പൊ നമ്മളിത് കേട്ട് പീടിയിൽ ബാക്കി അരച്ചായും കുടിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്ത് വിചാരിക്കും, എന്ത് കാലൊക്കെ ശരിയാത്തൊക്കെ മാറിയായിരിക്കും, എന്നാ നീ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. നാൾ വരെ ഇവിടെ എതിർക്കാൻ പറ്റൂല. നീ 10 കൊല്ലം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ പോലത്തെ മഹാന്മാർ ഇവിടുന്ന് വഫാത്തായി പോയി. അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു സമുന്നതനായ ആ സ്ഥാനത്തെ അടുത്ത് ഇരിക്കുന്ന ഒരു നേതാവ് തീരുമാനം എടുക്കാൻ ഒരുപ്പെട്ടാൽ അയാളെ പിടിച്ച് പുറത്താക്കും. എന്തുകൊണ്ട്? എന്തു പറയും? ഇതിനേക്കാളും വലിയ മഹാനായിരുന്നില്ലേ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ? അവരുള്ള കാലത്ത് നടന്നിട്ട് ഒരാൾ മിണ്ടിയില്ലല്ലോ. അപ്പൊ അവരൊക്കെ സമ്മതിച്ചു എന്നല്ലേ എന്റെ അർത്ഥം? നിങ്ങളെന്ത് വർത്താനായി പറയണത്? ഉണ്ടായിരിക്കും അവിടെ, അല്ലെങ്കിൽ പുറത്തുപോയി. ഒരു കീഴ്വഴക്കത്തെ സൃഷ്ടിക്കാൻ പാടില്ല, ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കരുത്. അതിന്റെ പേരിൽ വല്ല കുരുത്തക്കടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂത്തയിടം റഹ്മത്തുള്ള ഖാസിമിയുടെ അഡ്രസ്സിൽ അയക്കുക. കാര്യം പറഞ്ഞിട്ട് ഒരു കുരുത്തക്കടും ഉണ്ടാവില്ല. അവരൊന്നും ഞാനവിടെ നിൽക്കില്ല, നിങ്ങളെ വിചാരിക്കൂല. നിങ്ങൾ വിചാരിച്ച ആളല്ല റഹ്മത്തുള്ള. ഞാൻ അവരെ എൻ്റെ ഖിയാമത്ത് നാൾ വരെ നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. മുസ്തഫ നബിയുടെ പേരെ കുട്ടികളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അവരെ ചെരുപ്പെടുത്ത് വരാൻ പിന്നാലെ നടക്കാൻ അവർക്കൊരു കൊല്ലം അവസരം തരികയാണെങ്കിൽ ഞാൻ അവരെ ചെരുപ്പെടുത്ത് പിന്നാലെ നടക്കും. ജിഫ്രി തങ്ങളെ ചെരുപ്പെടുത്ത് പിന്നാലെ നടക്കണം ഒരു കൊല്ലം എനിക്ക് അവസരം കിട്ടിയാൽ ഞാനതെടുത്ത് നടക്കും. എന്തുകൊണ്ട്? ഞാനതിന് മാത്രമല്ലല്ലോ. ഞാൻ കിഴക്കൻ ഏറനാട്ടിലെ ഏതോ ഒരു കുടുംബത്തിൽ വന്നതാണ്. അത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് എത്തൂല, ഒരിക്കലും എത്തൂല. ഞാൻ സയ്യിദല്ലല്ലോ. അവരല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കൾ, പേരെ കുട്ടികളാ. അവരുടെ ഷറഫ്, അവരുടെ രോമത്തിന്റെ ഷറഫ് നമ്മളാകെ കൂട്ടിയുണ്ടാവില്ല. കാരണം അവരാരാണ്? അവർ മുസ്തഫ റസൂലുള്ളാഹിയുടെ. പക്ഷെ ഒരു ദൂഷിച്ച കീഴ്വഴക്കം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ നിങ്ങളൊന്നും വിചാരിക്കരുത്, വിചാരിച്ചിട്ടൊരു കാര്യം.